ഹലോ ഗൈസ്, ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ലോട്ടസ് ഡിസൈൻ എങ്ങനെ ക്ലോത്തിൽ പെയിൻറ്റ് ചെയ്യാമെന്നാണ് ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ടിഷ്യൂൻ്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഡയറക്റ്റ് ലോട്ടസ് വരയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഇത് പ്രിൻ്റ് എടുത്തിട്ട് ഇതിലേക്ക് ട്രേസ് ചെയ്യാവുന്നതാണ്. പിന്നെ ക്യാമലിൻ്റെ ഫാബ്രിക് പെയിൻ്റാണ് ഞാനിവിടെ വാങ്ങിയിരിക്കുന്നത്. ഒരു ബോക്സിൽ 6 കളേഴ്സാണ് വരുന്നത്. ഇതിലേക്ക് ഈ പെയിൻറ്റിങ് ചെയ്യാൻ ആവശ്യമുള്ള എല്ലാ കളേഴ്സും ഇതിലുണ്ട്. റെഡ്, വൈറ്റ്, ഗ്രീന്, യെല്ലോ. പിന്നെ 3 ബ്രഷസാണ് ഉള്ളത്. ഒരെണ്ണം ഇത്തിരി ബ്രോഡായിട്ടുള്ള ഒരു ബ്രഷ്, പിന്നെ 2 പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ്. പിന്നെ നമ്മൾ ഇവിടെ പിങ്ക് ഷെയ്ഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പിങ്ക് ഷെയ്ഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ട് പിങ്ക് ഷെയ്ഡ് വാങ്ങിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. പിങ്ക് ഷെയ്ഡ് വെച്ചിട്ട് നമ്മൾ പിങ്ക് ഷെയ്ഡിൽ വൈറ്റ് കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ലൈറ്റർ ഷെയ്ഡ് വരും. അതുപോലെ തന്നെ റെഡ് കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഡാർക്കർ ഷെയ്ഡ് വരും. അപ്പോൾ ഇത് ഈ 3 ഷെയ്ഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ലോട്ടസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓരോ പെറ്റൽസായിട്ട് വേണം നമ്മളിത് കംപ്ലീറ്റ് ചെയ്യാൻ. എന്നാലാണ് ഒരു കുറച്ചുകൂടി ഒരു നാച്ചുറൽ എഫക്റ്റ് കിട്ടുള്ളൂ എന്നെനിക്ക് തോന്നുന്നു. പിന്നെ ഇതിൽ ലീവ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രീനും യെല്ലോയും മിക്സ് ചെയ്തിട്ടാണ്. അങ്ങനെ ഇത് കുറച്ച് ഡ്രൈ ആയതിന് ശേഷം, പെയിൻറ്റിങ് കഴിഞ്ഞ് ഡ്രൈ ആയതിന് ശേഷം ഇത് അയൺ ചെയ്താൽ ഇത് ക്ലോത്തിൽ ഫിക്സായി. പിന്നെ നമ്മൾ ഇതിൽ ഈ ടിഷ്യൂ ഫാബ്രിക്കിനോട് കൂടുതൽ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട്. അത് ഫെവിക്രിലിൻ്റെ ഗോൾഡൻ ഗ്ലിറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഔട്ട്ലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തിരി സമയമെടുത്ത് ചെയ്യാവുന്നൊരു പണിയാണ്. കാരണം ഇതിൻ്റെ ഷെയ്ഡിങ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.